മണിക്കൂറിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ നോക്കാം. ടോപ്പ് ഹെഡ്സ്. സിൻഡിക്കേറ്റ് നിലപാട് കടുപ്പിച്ചതോടെ കേരള സർവകലാശാലയിൽ നാടകീയ നീക്കം. ചുമതലയിൽ മടങ്ങിയെത്തി രജിസ്ട്രാർ KS അനിൽകുമാർ. നടപടി സിൻഡിക്കേറ്റിന്റെ അടിയന്തര നിർദ്ദേശത്തെ തുടർന്ന് രജിസ്ട്രാറുടെ സസ്പെൻഷൻ റദ്ദാക്കിയത് VC സിസ തോമസിന്റെ വിയോജിപ്പ് മറികടന്ന്. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ മരിച്ച ബിന്ദുവിന്റെ വീട് സന്ദർശിച്ച ആരോഗ്യമന്ത്രി. സർക്കാർ കുടുംബത്തോടൊപ്പമെന്ന വീണ ജോർജ്. പത്തനംതിട്ടയിൽ ആരോഗ്യമന്ത്രിക്ക് എതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധം. പോലീസ് ജീപ്പ് തടഞ്ഞ പ്രതിഷേധക്കാർ. അപകടത്തിൽ ഒന്നാം പ്രതി ആരോഗ്യമന്ത്രിയെന്ന് യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസ്. ആരോഗ്യമന്ത്രിക്കെതിരെ ചൊവ്വാഴ്ച നിയോജക മണ്ഡലം കേന്ദ്രങ്ങളിൽ സമരാഗ്നി സംഘടിപ്പിക്കുമെന്ന് യൂത്ത് ലീഗ്. ആറന്മുള വിമാനത്താവള പദ്ധതി ഭൂമിയിൽ ഇലക്ട്രോണിക് ക്ലസ്റ്റർ പദ്ധതിക്കായി വീണ്ടും IT വകുപ്പിന്റെ നീക്കം. പദ്ധതിയുടെ സാധ്യത തേടി ജില്ലാ കളക്ടർക്ക് IT സെക്രട്ടറിയുടെ കത്ത്. നീക്കം പദ്ധതി ഉപേക്ഷിക്കാൻ ചീഫ് സെക്രട്ടറി തലം യോഗം തീരുമാനിച്ചതിന് പിന്നാലെ കത്തിന്റെയും ചീഫ് സെക്രട്ടറി തല യോഗത്തിന്റെ മിനിസ്റ്റിന്റെയും പകർപ്പ് കേരള വിഷൻ ന്യൂസിന്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവ കൂട്ടിൽ. കടുവ കുടുങ്ങിയത് സുൽത്താന എസ്റ്റേറ്റിൽ സ്ഥാപിച്ച കൂട്ടിൽ. സ്ഥലത്ത് നാട്ടുകാരുടെ പ്രതിഷേധം. ഉടൻ കാട്ടിൽ വിടില്ലെന്ന് വനം മന്ത്രി. മലപ്പുറം മണ്ണാർമലയിൽ വീണ്ടും പുലിയിറങ്ങി. ബ്രിട്ടീഷ് യുദ്ധവിമാനം F-35ന്റെ അറ്റകുറ്റപ്പണികൾ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വച്ച് നടത്തും. അറ്റകുറ്റപ്പണികൾക്കായി എഞ്ചിനീയർമാർ എത്തി. സംഘത്തിൽ വിമാനം നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയിൽ നിന്നുള്ള എഞ്ചിനീയർമാരും. പരിശോധനകൾക്കായി വിമാനം ഹങ്കറിലേക്ക് മാറ്റി. ഇന്ത്യയുടെ സഹകരണത്തിന് നന്ദി അറിയിച്ച ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് അറസ്റ്റിലായ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരം. ടൂറിസം വകുപ്പ് കൊണ്ടുവന്ന സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസേഴ്സിന്റെ പട്ടികയിൽ ജ്യോതിയും എത്തിയത് ടൂറിസം വകുപ്പിന്റെ പ്രൊമോഷനായി. വിവരാവകാശ രേഖ പുറത്ത് ക്ഷണിച്ചത് നല്ല ഉദ്ദേശത്തോടെയെന്ന മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാനത്ത് നിപ ജാഗ്രത തുടരുന്നു. പാലക്കാട് പനി ബാധിച്ച് ചികിത്സയിലുള്ള 10 വയസ്സുകാരിയുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. സ്ഥിതി വിലയിരുത്താൻ കേന്ദ്ര സംഘം കേരളത്തിലേക്ക്. നിപ ബാധിച്ച പാലക്കാട് സ്വദേശിയായ യുവതിയുടെ നില ഗുരുതരമായി തുടരുന്നു. 3 ജില്ലകളിലായി 425 പേർ സമ്പർക്ക പട്ടികയിൽ. തമിഴ്നാട്ടിലെ വിരുദുനഗറിൽ പടക്ക ഫാക്ടറിയിൽ സ്ഫോടനം. പൊട്ടിത്തെറിയിൽ ഒരാൾ മരിച്ചു. 5 പേർക്ക് ഗുരുതര പരിക്ക്. സ്ഫോടനമുണ്ടായത് തൈൽപ്പട്ടിയിലെ ഹിന്ദുസ്ഥാൻ പടക്ക നിർമ്മാണ യൂണിറ്റിൽ. വിരുദുനഗറിൽ ഒരാഴ്ചക്കിടെ ഉണ്ടായത് 2 വെടിക്കെട്ട് അപകടങ്ങൾ. മഴ മൂലം നിർത്തിവെച്ച ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ടെസ്റ്റിലെ അവസാന ഇന്നിംഗ്സ് ആരംഭിച്ചു. മത്സരം ആരംഭിച്ചത് 2 മണിക്കൂറോളം വൈകി. ആദ്യ ഓവറുകളിൽ ഇംഗ്ലണ്ടിന് നഷ്ടമായത് 2 വിക്കറ്റുകൾ. വിജയത്തിലേക്ക് ഇന്ത്യക്ക് 5 വിക്കറ്റ് ദൂരം. വാർത്തകൾ വിശദമായി. കേരള സർവകലാശാല